ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റു, ബാത്റൂം പോലൊക്കെ കഴിഞ്ഞു, കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് സിറ്റ് ഔട്ട് അടിച്ച് വരുകയാണ്. ഇവിടെ നല്ല പൊടി ഉണ്ടാവും കേട്ടോ, റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട്. അപ്പോൾ എന്നും രാവിലെ എണീറ്റാലുള്ള പണിയാണ് സിറ്റ് ഔട്ട് അടിച്ച് വാരി തുടയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് മുറ്റം അടിക്കലും അലക്കലും ഒക്കെ കേട്ടോ. അങ്ങനെ ഞാൻ മുറ്റടിക്കുകയും അലക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും അമ്മ ചായേൻ്റെ പണി റെഡിയാക്കും കേട്ടോ. രാവിലത്തെ അടുക്കളയിൽ ഞാനങ്ങനെ കയറാറില്ല, അമ്മയാണ് ചെയ്യൽ. ചായ ഇതൊക്കെ അമ്മ റെഡിയാക്കും. അങ്ങനെ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് മേല് കഴുകി ചായ കുടിക്കാൻ വന്നു. അപ്പോഴേക്ക് എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ട്, അമ്മയും പോയിട്ടുണ്ട്. അങ്ങനെ ചായ കുടിക്കുകയാണ്. ചായക്ക് ഇന്ന് കുഴക്കട്ടയാണ്. കുഴക്കട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവിയിൽ വേവിച്ചിട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടിയിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് ഇതാക്കുന്നത്, അല്ലാതെ മധുരം ഇട്ടിട്ടുള്ള കുഴക്കട്ടയല്ല കേട്ടോ. അങ്ങനെ ചായ കുടിച്ചു, കുറച്ച് സമയം അവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ചായ കുടിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മീൻ മേടിച്ചു. മീൻ ഇന്ന് മത്തിയുണ്ട്, പിന്നെ മാന്തൾ, ചെമ്മീൻ. മീനിൻ്റെ മണം അടിച്ചേരെ പൂച്ച അവിടെ വന്ന് റെഡിയായി നിൽക്കുന്നുണ്ട്. പൂച്ചയ്ക്കുള്ള കിട്ടാൻ വേണ്ടിയിട്ട് പൂച്ച കാത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ പൂച്ചയ്ക്കുള്ള പങ്ക് കൊടുത്തതിന് ശേഷം മീൻ മുറിക്കാലോ എന്ന് വിചാരിച്ചിട്ട് മീൻ മുറിക്കാൻ പോയി. അപ്പോൾ നമുക്ക് മീൻ മുറിക്കാം. അങ്ങനെ ഓരോന്നാലോചിച്ച് ഇങ്ങനെ മീനൊക്കെ മുറിക്കുന്നതായിരുന്നു. വീഡിയോ റെഡി ആവുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ടെൻഷനുണ്ട്. ഞാനിതുവരെ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മീൻ മുറിക്കൽ കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് പണികളുണ്ട്. ചോറമ്മ ആക്കിയിട്ടുണ്ട്, ചോറും കറിയും വെക്കും കേട്ടോ അമ്മ. അങ്ങനെ മീൻ മുറിക്കൽ കഴിഞ്ഞ് കുറച്ച് തേങ്ങ ചിരവിയിട്ട് അരയ്ക്കണം. നമ്മൾ 2-3 ദിവസത്തേക്കുള്ളത് ഒന്നിച്ച് ഗ്രൈൻഡറിൽ അരയ്ക്കുക കേട്ടോ ചെയ്യൽ. അപ്പോൾ 2 തേങ്ങ എടുത്തിട്ട് അരച്ചവിടെ വയ്ക്കും. അതൊരു 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തേങ്ങ ചിരവി അത് ഗ്രൈൻഡറിൽ ഇടുകയാണ്. ഇനി തേങ്ങ അരച്ച് വെച്ചതിന് ശേഷം ഇനി ഉപ്പേരിയും മീൻ വറുത്തതും ആക്കണം. അപ്പോൾ ഉപ്പേരിക്ക് ഇന്ന് കുറച്ച് ചീര എടുത്താലോ വിചാരിക്കുന്നുണ്ട്. നമ്മളിവിടെ തന്നെയുള്ള ചീരയാണ്. അപ്പോൾ ചീര ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചീര കുറച്ച് പറിച്ചു, ചീര ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി ഉപ്പേരി ഉണ്ടാക്കാൻ ഇതാക്കി. അപ്പോഴേക്കും മീൻ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ മുറിച്ചത് മുളകും മഞ്ഞളും ഇതൊക്കെ ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉപ്പേരി അടുപ്പത്തിട്ടതിന് ശേഷം മീനും കൂടെ വറക്കാലോ എന്ന് വിചാരിച്ചിട്ട് മീൻ അപ്പുറത്തെ അടുപ്പിൽ മീനും കൂടെ വെച്ചു. അങ്ങനെ ഉപ്പേരിയും മീനും ഒക്കെ ആയതിന് ശേഷം പിന്നെ തുടയ്ക്കണം കേട്ടോ, തുടയ്ക്കാനും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ പണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇനി ഉപ്പേരിയായി മീനുമായി. അപ്പോൾ ഇനി തുടയ്ക്കാൻ വിചാരിച്ചിട്ട് തുടയ്ക്കാൻ പോയതായിരുന്നു. തുടയ്ക്കലും കൂടെ കഴിഞ്ഞാൽ പിന്നെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഒരു സമയം ഒരു 11 മണി ആയിട്ടുണ്ട്. 11 മണിയൊക്കെ വരെ ഉണ്ടാവുള്ളൂ കേട്ടോ പണി. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ചെറിയ ചെറിയ പണികൾ ഉണ്ടാവും എന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഇത്രയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.